നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇക്ബാൽ പറഞ്ഞു. സാർ, മാഡത്തെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. മാഡം മഹാത്മാഗാന്ധി കോളനിയിലെ ഒരു സ്ഥലത്ത് എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തണം. ഇക്ബാലെ, ഒരു കാര്യം ചെയ്യും, അവിടെ തന്നെ നിൽക്കാം. ഞാനേ ഉടനെ വരാം. ഓക്കെ സാർ. ഹലോ മാഡം, ശരി മാഡം. എന്താ ബോസ്? മാഡത്തിന്റെ കാര്യം കഴിഞ്ഞു. അതുകൊണ്ട് അവളെ വിട്ടയക്കാനാ പറയുന്നത്. വിട്ടയക്കണമെങ്കിൽ അവള് കണ്ണു തുറക്കണ്ടേ? ഇപ്പോഴും ബോധമില്ലാതെ കിടക്കയില്ലേ? ബോധം തെളിഞ്ഞാലും ഇവളെ വെറുതെ വിട്ടാൽ അത് ആപത്താണ്. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ബോസ് പറയുന്നത്? കണ്ണു തുറക്കുമ്പോ അവളെ എന്തിനാണ് തട്ടിക്കൊണ്ടുവന്നതെന്ന് അവളെ ചോദിക്കും. അപ്പോ മറുപടി വേണ്ടേ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ചെയിൻ പൊട്ടിച്ചെടുക്കാം. അത് കൊള്ളാം. അതിനുവേണ്ടിയാണ് നമ്മളവളെ തട്ടിക്കൊണ്ടുവന്നതെന്ന് പറയാലോ. അത് നല്ല ഐഡിയ. വാ. വിടാൻ സർ, വിശാൽ സർ, പാർവതി സർ. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ. പക്ഷെ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയ? എന്നെ എന്തിനാ ഇവര് തട്ടിക്കൊണ്ടുവന്ന്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല സർ. സർ, അരവിന്ദൻ സാറിന് ആപത്താണെന്നറിഞ്ഞ് ഞാൻ ആശുപത്രിയിലോട്ട് പോവായിരുന്നു. അരവിന്ദനെ കുഴപ്പമൊന്നുമില്ല പാർവതി. അരവിന്ദന് ആപത്താണെന്നൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാ. അതിന്റെ പുറകില് എന്തോ ഒരു പ്ലാൻ ഉണ്ട്. എന്നെ എന്തോ മണപ്പിച്ച് ബോധം കെടുത്തിട്ടാ അവരിങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നും വ്യക്തമാവുന്നില്ല സർ. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഏതായാലും തനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. സർ, നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നമാവും. ശരി, നമുക്ക് പോവാം. പാർവതി, നീ എഴുന്നേക്ക്. നമുക്കേ ഈ വിവരം അരവിന്ദനെ അറിയിക്കാം. നീ വാ, എഴുന്നേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.